പൂക്കളത്തിൻ്റെ ഡിസൈനായിട്ടാണ്. പൂ ഞാൻ ഇന്നിടുന്നില്ല, ഒരു ഡിസൈൻ മാത്രമാണ്. നേരത്തെ വരച്ച ഡിസൈനാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്തത് ഇത്. ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വരച്ച് അത് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിലിടാൻ തോന്നിയത്. അപ്പം ഇങ്ങനെ വരച്ചത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുക്കത്തേത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റാർ പോലെ വരയ്ക്കും. എന്നിട്ട് ഇതിനൊരു വലിയ വട്ടം വരയ്ക്കണം. ഇത് നമുക്ക് വരയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. വലിയ വട്ടം വരയ്ക്കാൻ വേറെ സാധനമൊന്നുമില്ല, അതുകൊണ്ട് ചോക്കും കൊണ്ട് തന്നെ വരയ്ക്കണം. അല്ലെങ്കിൽ ഇതുപോലെ വല്ല സാധനം കൊണ്ടും വരയ്ക്കാറില്ല. പക്ഷെ ഇതുകൊണ്ട് ഈ സെൻറ്റർ മാത്രം വരയ്ക്കാനേ തികയുന്നുള്ളൂ. അപ്പം അല്ലാതെ തന്നെ വരയ്ക്കണം. ഇച്ചിരിയും കൂടി മാറ്റി വെക്കാം. വലിയതൊന്നും അല്ല കേട്ടോ, ആവശ്യത്തിന് ആ കണ്ടതിൻ്റെ അത്രേ ഉള്ളൂ. നിങ്ങളവിടെ മഴയുണ്ടോ? ഇവിടെ രാവിലെ തൊട്ടേ മഴയാണ്. മഴയുള്ളവരടുത്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അതിന് മുമ്പ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം പുറത്തേക്കൂടെ ഒരു വട്ടം നമുക്കൊന്നും വലിയ കഴിയില്ല, അതുകൊണ്ട് പറ്റുന്ന വരച്ച് വരുമ്പോഴത്തേക്കും കുറേ നേരം. പിന്നെ ഒരു കാര്യം, ഇത് വരയ്ക്കുന്നവരെല്ലാം വരച്ചിട്ട് തെറ്റിക്കഴിയുമ്പോൾ മായ്ക്കുമ്പോൾ കൈ കൊണ്ട് മായ്ക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള തുണിയും കൊണ്ട് മായ്ക്കും കേട്ടോ. പിന്നെ അവിടെ ഫുള്ളി ചോക്കിൻ്റെ പൊടികളാണ്. എനിക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയിട്ട് പിന്നെ ഞാൻ ഈ തുണി കൊണ്ട് മായ്ച്ചപ്പോഴാണ് ക്ലിയർ ആയത്. തുണി കൊണ്ട് മായ്ച്ചാൽ ആ കൈയിൻ്റെ കളർ തന്നെ കാണാൻ പറ്റും. തൈലാണെങ്കിൽ തൈല് കണ്ടോ ഇങ്ങനെ വരുമ്പോഴൊക്കെ തുണി കൊണ്ട് വാങ്ങിച്ചാൽ മതി. കൈ കൊണ്ട് വാങ്ങിക്കുമ്പോൾ കയ്യിലും പറ്റും, അവിടെ ഫുള്ള് സ്ക്രബിളായി നോക്കും. ഇനി വട്ടം വരയ്ക്കാൻ പാടാണ് കേട്ടോ. ഏകദേശമൊക്കെ ആയി നിന്നു. അത്രയ്ക്ക് ആവില്ല, എങ്കിലും പറ്റുന്നത്. ഞാൻ എൻ്റെ പകുതി വീഡിയോ ആണ് കേട്ടോ, കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്.